ദേശീയപാത ആറുവരിപ്പാതയാക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി കുറ്റിക്കോൽ പുഴയിൽ തള്ളിയ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മണ്ണും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പഴയ പാലത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ പൊളിച്ചു മാറ്റിയിരുന്നു. എന്നാൽ ഇവ ശാസ്ത്രീയമായി നിർമ്മാണ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് പകരം പുഴയിലേക്ക് തന്നെ തള്ളിയതായാണ് ആക്ഷേപം. ദേശീയപാത ആറുവരിയാക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി കുറ്റിക്കോൽ പുഴയിൽ തള്ളിയ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മണ്ണും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണത്തിനായി പുഴയിൽ കൊണ്ടിട്ട മണ്ണിൽ വലിയൊരു പങ്കും ഇനിയും നീക്കം ചെയ്തിട്ടില്ല. കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മണ്ണും അടിഞ്ഞുകൂടിയതോടെ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുകയും ആഴം ഗണ്യമായി കുറയുകയും ചെയ്തിരിക്കുകയാണ്. കാലവർഷം സജീവമാകുന്നതോടെ പുഴയിലെ വെള്ളം കരകവിഞ്ഞ് സമീപത്തെ വയലുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും കയറുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സാധാരണ നിലയിൽ തന്നെ കനത്ത മഴ പെയ്താൽ കുറ്റിക്കോലിലെ വയലുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. പുഴയിലെ തടസ്സങ്ങൾ കാരണം ഒഴുക്ക് പൂർണ്ണമായും നിലച്ചാൽ ഇത്തവണ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് ജനങ്ങൾ ഭയപ്പെടുന്നത്. ഇപ്പം ഇനി മഴ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുകളിൽ തേച്ച് വെള്ളക്കെട്ടായിരിക്കും. താഴോട്ട് വെള്ളം ഒഴുകുന്നേ ഇല്ല. അവിടെ ആഴെന്ന് പറഞ്ഞാൽ മുമ്പിലെന്ന് പറഞ്ഞാൽ ഒരു 3-4 അളവിലെ പുഴയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് മണ്ണിട്ടിട്ട് ഫുള്ളായിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ സാധനം കുറച്ച് കഴിയുമ്പോൾ പോവില്ല. ഇവിടെ മുകളിലെ അണക്കെട്ടും കാര്യമെല്ലാം വെള്ളമായിട്ടെന്ന് പറഞ്ഞിട്ട് മുകളിലെ വീട്ടിൽ കംപ്ലീറ്റ് വെള്ളം അങ്ങനെ ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അങ്ങനെ കണ്ടതാണ്. ഇവരോട് കുറേ പറഞ്ഞിട്ട് പിന്നെ കളക്ടർ വന്നിട്ട് പറഞ്ഞിട്ട് അവർ 2 ദിവസം വന്നിട്ട് എന്തെങ്കിലും ഇതാക്കും. അവർ പിന്നെ തിരിച്ചു പോകും. പിന്നെ അതിന് വിലയൊന്നുമില്ല. ഈ പാലത്തിൻ്റെ പണിയെടുത്ത മണ്ണാണ് തേച്ച് താലില്ലത്. ഒരു വലിയ ബീം കൊണ്ട് ആ മണ്ണെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും വെള്ളം ഒഴുകും. മുകളിലെ വീട് കംപ്ലീറ്റ് പിന്നെ നല്ല ഇപ്പം മഴ പെയ്താൽ ഇവിടെ എല്ലാ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ അവശിഷ്ടങ്ങൾ നീക്കാൻ കഴിഞ്ഞ ദിവസം മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിരുന്നു. എന്നാൽ പുഴയിലുള്ള ഭാരമേറിയ വലിയ കോൺക്രീറ്റ് ബീമുകൾ ഉയർത്താൻ ഈ യന്ത്രത്തിന് സാധിക്കാതെ വന്നതോടെ പ്രവൃത്തി പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് കൂടുതൽ ശേഷിയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ എത്തിച്ച് പുഴയിലെ തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.